ഹായ് എവരിവൺ. ഐപസ് ട്രെയിനിങ് സൊല്യൂഷന്റെ നെറ്റ് മലയാളം ഓറിയന്റേഷൻ സെക്ഷനിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പി ജി കഴിഞ്ഞ് അല്ലെങ്കിൽ പി ജി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നെറ്റ് ക്വാളിഫിക്കേഷൻ നേടി NTA എക്സാം ആണ്, NTA നടത്തുന്ന എക്സാം ആണ് എന്നുള്ളത് അറിയാം. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. നെറ്റ് യോഗ്യത നേടി JRF കൂടി തന്നെ നെറ്റ് യോഗ്യത നേടിക്കൊണ്ട് ഗവേഷണത്തിലേക്കും അല്ലെങ്കിൽ കോളേജ് തല അധ്യാപക ജോലിയിലേക്കും അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള ക്വാളിഫിക്കേഷനിലേക്കും കടക്കാൻ ആഗ്രഹിക്കുന്നവരെ നിർബന്ധമായിട്ടും പാസ്സാവേണ്ട എക്സാം ആണ് ഏത് എന്നറിയാം. നമുക്ക് നെറ്റ് എക്സാം എന്നുള്ളത് അറിയാം അല്ലെ. നെറ്റ് എക്സാമിന്റെ റിസൾട്ട് എത്ര രീതിയിലാണ് നമുക്ക് വരുന്നത്? നിലവിലെ നെറ്റ് പരീക്ഷയുടെ റിസൾട്ട് 3 വിധത്തിലാണ് നമുക്ക് വരുന്നത്. എല്ലാവർക്കും അറിയാലോ, 3 വിധത്തിലാണ് വരുന്നത് എന്നുള്ളത് അറിയാം. അതിനെ നമുക്ക് 3 സ്റ്റേജുകളാക്കിയിട്ട് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? PhD ക്വാളിഫിക്കേഷൻ ആണ്. PhD ക്വാളിഫിക്കേഷൻ ആണ് മൂന്നാമത്തെ സ്റ്റേജ്. നമ്മുടെ പരീക്ഷയിൽ നിശ്ചിത മാർക്കിന് മുകളിൽ വന്നാൽ നമുക്ക് PhD ക്വാളിഫിക്കേഷൻ എന്നുള്ള ഒരു യോഗ്യത നേടാനായിട്ട് കഴിയും. നമ്മുടെ ഇന്ത്യക്ക് കീഴിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയിലും PhD എൻട്രൻസ് വിളിക്കുന്ന സമയത്ത് എൻട്രൻസ് എഴുതി എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് നമ്മുടെ സിനോപ്സിസ് പ്രസന്റ് ചെയ്ത് ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റ് പരിഗണിക്കുന്ന സമയത്ത് ഈ കാറ്റഗറിയിൽ ഉൾപ്പെട്ട നമ്മുടെ മാർക്ക് പ്രത്യേക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലെ എന്താണ് പരിഗണിക്കുകയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ അധ്യാപകരുടെ കൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? PhDക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതാണ് PhD ക്വാളിഫിക്കേഷൻ എന്നുള്ള റിസൾട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാണോ റിസൾട്ട് വരുന്നത് അന്നു മുതലേ 1 വർഷത്തെ വാറന്റി മാത്രമായിരിക്കും ഈ സർട്ടിഫിക്കറ്റിനുള്ളത്. ഓക്കെ അല്ലേ? ഇപ്പൊ ഇന്ന് ജൂലൈ 19 തീയതി ഇന്നാണ് നമ്മുടെ റിസൾട്ട് വരുന്നത് എങ്കിൽ 2027 ജൂലൈ 19 വരെ മാത്രമായിരിക്കും ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അതിനിടയിൽ വരുന്ന ഏത് യൂണിവേഴ്സിറ്റി എൻട്രൻസ് നമുക്ക് എന്താണ് അപ്ലൈ ചെയ്യാനും എഴുതാനും പറ്റും. രണ്ടാമത്തെ റിസൾട്ട് ആണ് എന്ത് മക്കളെ? രണ്ടാമത്തെ റിസൾട്ട് UGCയുടെ എന്ത് റിസൾട്ട് പറഞ്ഞേ? രണ്ടാമത്തെ കാറ്റഗറി റിസൾട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? നെറ്റ് യോഗ്യത എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യത എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. നിശ്ചിത കട്ട് ഓഫിന് മുകളിലാണ് വരുന്നത് എങ്കിൽ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യത നേടാനായിട്ട് കഴിയും. ഇന്ത്യക്ക് ഉള്ളിലുള്ള ഏത് കോളേജുകളിലും മലയാള വിഷയത്തിൽ നമുക്ക് എന്താണ് കൃത്യമായ മാനദണ്ഡങ്ങളിൽ ഏറ്റവും മെയിൻ UGCയുടെ NTA നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതനുസരിച്ചിട്ടുള്ള എന്തിനു കയറാൻ പറ്റും? ഗസ്റ്റ് ലെക്ചർ ഓൺ കോൺട്രാക്ട് എന്നുള്ള തസ്തികയിലേക്ക് നമുക്ക് ജോലിക്ക് പ്രവേശിക്കാൻ പറ്റും. അത് അല്ലെങ്കിൽ എന്താണ് സ്ഥിര നിയമനത്തിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാന് ജോലി നേടാനും പറ്റും. നിർബന്ധമായിട്ടും നേടുന്ന ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് നെറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ നെറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ക്വാളിഫിക്കേഷൻ. നെറ്റ് ഉണ്ടെങ്കിലും ഏത് കോളേജിന്റെ ഏത് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് വിളിച്ചാലും നമുക്ക് MPhil ഉള്ളവർക്ക് എൻട്രൻസ് വേണ്ട, അല്ലെങ്കിൽ എൻട്രൻസ് എഴുതി തന്നെ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയേഴ്സിലൂടെ കയറാൻ പറ്റും. നെറ്റ് റിസൾട്ട് സർട്ടിഫിക്കറ്റിന് ലൈഫ് ലോങ് വാലിഡിറ്റി ആണ്. ഇടയ്ക്ക് വെച്ച് വാലിഡിറ്റി പോവുകയൊന്നുമില്ല. ഇനിയാണ് അടുത്ത ആള് വരുന്നത് JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. 100 പേര് പരീക്ഷ എഴുതുന്ന 100 പേരാണ് പരീക്ഷ എഴുതുന്നത് എങ്കിൽ അതിലെ 6% പേർക്കാണ് നെറ്റ് ക്വാളിഫിക്കേഷൻ ലഭിക്കുന്നത്. അതിലെ 1% ആൾക്ക് മാത്രമാണ് JRF ക്വാളിഫിക്കേഷൻ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ലഭിക്കുന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് നിലവിലെ UGCയുടെ JRF എമൗണ്ട് എത്ര രൂപയാണ് എന്നുള്ളത് അറിയാം? ഒന്ന് ഗസ് ചെയ്യാനായിട്ട് പറ്റുമോ? എത്ര രൂപയാണ് നിലവിലെ UGCയുടെ JRF എമൗണ്ട്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എമൗണ്ട്? PhD ചെയ്യാനായിട്ട് ഏത് യൂണിവേഴ്സിറ്റിയിലെ ഏത് അധ്യാപകരുടെ കൂടെയും എനി ടൈം കാറ്റഗറിയിൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് കമന്റ് ബോക്സ് ഉപയോഗിച്ച് എത്രയായിരിക്കും നമ്മുടെ UGC നമുക്ക് PhD ചെയ്യാനായിട്ട് JRF ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് തരുന്ന എമൗണ്ട് എത്രയായിരിക്കും എന്നൊന്ന് ഗസ് ചെയ്തേ മക്കളെ. ചാറ്റ് ബോക്സ് ഉപയോഗിച്ചേ. ഡിയർ ടീച്ചേഴ്സ്, നിങ്ങൾ പറയൂ എത്രയാണ് എമൗണ്ട്? ഒന്ന് ഗസ് ചെയ്യേ. ലീല ടീച്ചറെ, ആതിര ടീച്ചറെ, സ്വപ്ന സുരേഷ് ടീച്ചറെ, നസീബ ടീച്ചറെ ഒന്ന് പറഞ്ഞേ. ഏകദേശം എത്രയായിരിക്കും? നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 10,000-ന് മുകളിലുള്ള ഏത് എമൗണ്ടും വേണമെങ്കിലും പറഞ്ഞു. ഏകദേശം എത്രയായിരിക്കും എന്നുള്ളത് അറിയാമോ?
UGC JRFന് നിലവില് ഒരു മാസം നൽകുന്ന എമൗണ്ട് എത്രയാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. പറഞ്ഞേ, ആർക്കെങ്കിലും അറിയാമോ എങ്കിലും ഒന്ന് പറഞ്ഞേ മക്കളെ. അഞ്ജലി, ആരതി, ആതിര മധു, ഭാവന ടീച്ചറെ, ബിജിന മിസ്സേ പറഞ്ഞേ, സ്റ്റെഫി ടീച്ചറെ. ചാറ്റ് ബോക്സ് ഉപയോഗിക്കാൻ പറ്റാത്തതാണോ നിങ്ങൾക്ക്? അല്ലല്ലോ. 10,000 പെർ മന്ത് എത്രയാണെന്നാണ് ചോദിച്ചത്. പെർ ഡേ അല്ല, പെർ മന്ത്. ഒരു മാസത്തിൽ എത്രയാണ്? 45,000 എന്ന് സ്റ്റെഫി മിസ് പറയുന്നുണ്ട്. ബാക്കി എത്രയെങ്കിലും ഒരു എമൗണ്ട് 10,000-ന് മുകളിലുള്ള ഏത് എമൗണ്ട് നിങ്ങൾ പറഞ്ഞു? അതെ, 37,000 രൂപയാണ് നിലവില് നമുക്ക് കിട്ടുന്നത്. 37,000 ഇന്ത്യൻ റുപ്പീസ്. അതിന്റെ കൂടെ നിങ്ങളുടെ സ്ഥലം, താമസം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി HRA, ഹൗസ് റെന്റ് അലവൻസ്, ഹോം റെന്റ് അലവൻസ് നമുക്ക് കിട്ടും. ഒപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടും? കണ്ടീജിയൻസി കിട്ടും. 2-3 മാസം കൂടുമ്പോൾ കണ്ടീജിയൻസി 2,500 രൂപയും നമുക്ക് കിട്ടും. മോശമാണോ മക്കളെ? ഒരു 5 കൊല്ലത്തേക്ക് നിങ്ങളൊന്ന് കണക്കൂട്ടി വരികയെ. മോശമാണോ ഈ എമൗണ്ട്? അല്ല. നല്ല തുകയിലെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? PhD ചെയ്യാനായിട്ട് പറ്റും. ഞാൻ MPhil ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ്. ഞാൻ MPhil പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു സാറ് ഞങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ മനസ്സിൽ ഇപ്പോഴും ആയാത്ത, ഞാൻ പല ബാച്ചിലെ കുട്ടികളോടും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്. നിങ്ങള് വലിയൊരു വീട് സങ്കല്പിക്കാം. ഈ വലിയ വീടുകൾക്കൊക്കെ 2 വാതിലുകൾ, ഗേറ്റുകൾ ഉണ്ടായിരിക്കും. ഒന്ന് മെയിൻ ഗേറ്റ്, മറ്റേതൊന്ന് എന്താ, നമ്മളൊന്ന് കൈകൊണ്ട് തുറന്ന് നമ്മുടെ ശരീരം ഒന്ന് ചുരുക്കി ഒരു ചെറിയ ഗേറ്റ് കയറാനുണ്ടാവും ഇല്ലേ? അപ്പൊ ഒരു വലിയ ഗേറ്റ് എന്നുള്ളത് PhD ആണ് എന്ന് വിചാരിക്കുക. അതിനൊരു വലിയ ഗേറ്റ് ഉണ്ട്, ഒരു ചെറിയ ഗേറ്റ് ഉണ്ട്. PhDയിലേക്ക് നമ്മൾ കടക്കുകയാണെ. നെറ്റ് എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ചെറിയ ഗേറ്റിലൂടെ PhDയിലേക്ക് പോകാം. ആരൊന്നും നമ്മളെ തടയാനൊന്നും വരില്ല. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തും. പക്ഷേ JRF എന്നുള്ള ഒരു വലിയ ഗേറ്റ് ആണ് തള്ളി തുറന്ന് നമ്മൾ അകത്ത് കയറുന്നെങ്കിൽ ഫുൾ പ്രിവിലേജ് ആണ്. നമുക്ക് എൻട്രൻസ് എഴുതണ്ട. നമ്മൾ പറയുന്ന ടീച്ചറുടെ കീഴില് എന്താണ് ഒഴിവുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനി ടൈം കാറ്റഗറിയിൽ നമുക്ക് ഏത് സമയവും നമ്മുടെ യൂണിവേഴ്സിറ്റി അടുത്ത PhD അടുത്ത ബാച്ച് വിളിക്കാനൊന്നും നമ്മൾ കാത്തിരിക്കേണ്ട, നമുക്ക് കയറാനായിട്ട് പറ്റും. വിത്ത് നമ്മുടെ മലയാളം വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് പുസ്തകങ്ങൾ. നല്ല വിലയാണ്. നമുക്ക് അതിനെ ആരുടെയും എന്തിനേയും കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇഷ്ടപ്രകാരം പുസ്തകങ്ങൾ വായിക്കാം, യാത്രകൾ ചെയ്യാം, മറ്റ് ലൈബ്രറികൾ നമുക്ക് വിസിറ്റ് ചെയ്യാം. എല്ലാത്തിനും നമുക്ക് ഈ ഒരു പൈസ ഉപകരിക്കും. ലൈഫ് സെറ്റ് ആക്കാനും ഉപകരിക്കും. നോണയൊന്നല്ല, കാര്യമായിട്ടുള്ള കാര്യം. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞത് നെറ്റിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതാണ്. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. എത്ര JRF എന്ന് കേട്ടിട്ടുണ്ട്, ഈ PhD ക്വാളിഫിക്കേഷൻ ഓൺലി എന്ന് കേട്ടിട്ടുണ്ട്, നെറ്റിന്റെ റിസൾട്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ വ്യക്തമായിട്ടുള്ള ധാരണയില്ലാത്ത ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഇതിപ്പോൾ പറഞ്ഞത്. ഇപ്പൊ എന്താണ് നെറ്റിന്റെ റിസൾട്ട് എന്നുള്ളത് മനസ്സിലായോ? ആദ്യം റിസൾട്ടിനെ കുറിച്ച് അറിയണം. എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത്, അതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നുള്ളത് നമുക്കറിയണ്ടേ. ഇപ്പൊ ക്ലിയർ ആണോ മക്കളെ? എന്താണ് നെറ്റ് എക്സാമിന്റെ റിസൾട്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പൊ ഒരു വ്യക്തമായ ധാരണയുണ്ടോ? ഒരു കൺസെപ്റ്റ് ഒക്കെ തന്നെ അടിട്ട് കുത്തി പൊട്ടിച്ചേ. ക്ലിയർ ആണോ? യെസ്. ദെൻ ലളിതം മലയാളം നമ്മൾ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ അത് നമ്മുടെ അലൻ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. കൺസിസ്റ്റൻസി ഈസ് ദി കീ എന്ന് അലൻ സാർ എപ്പോഴും പറയും. സ്ഥിരത. കൃത്യമായി പഠിക്കുക, കൃത്യമായി സിലബസ് ഫോളോ ചെയ്യുക. പഠിച്ചാൽ മാത്രം പോരാ. എന്നോട് പല പിള്ളേരും പറയും, ടീച്ചറെ ഞാൻ സിലബസ് മുഴുവൻ പഠിച്ചതാ ടീച്ചറെ, നോട്ട് എഴുതി പഠിച്ചു, ഫുൾ വീഡിയോ കണ്ടു. അപ്പൊ ഞാൻ ചോദിക്കും, മക്കളെ നിങ്ങള് റിവിഷൻ ചെയ്താ? അപ്പൊ പലർക്കും ഒരു ഡൗട്ടാ, റിവിഷൻ പഠിച്ചു മിസ്സേ? പഠിക്കില്ല, റിവിഷൻ ചെയ്തോ? 10 ദിവസം നിങ്ങൾ പഠിക്കുന്നുണ്ട് വെച്ചെങ്കിൽ 20 ദിവസം എടുത്തിട്ട് അത് റിവിഷൻ ചെയ്യണം. ഒരു വട്ടം ഒരു യൂണിറ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ 2 വട്ടം ആ യൂണിറ്റ് റിവിഷൻ ചെയ്യണം. ഓക്കെ, റിവിഷൻ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പഠനം, ചിട്ടയായിട്ടുള്ള പഠനം, സ്ഥിരതയുള്ള പഠനം, ഒപ്പം റിവിഷൻ. ഈ റിവിഷന്റെ പോരായ്മ എവിടെയാ വരികയെന്നറിയോ? ABCD എന്നുള്ളൊരു ഓപ്ഷൻ കാണും. എയും അല്ല ബിയും അല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. C ആണോ D ആണോ എന്നതിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം നമ്മൾ റിവിഷൻ ചെയ്തിട്ടില്ല. ഇവിടെയാണ് എന്തിന്റെ പ്രശ്നം വരുന്നത്, ഇമ്പോർട്ടൻസ് വരുന്നത്, റിവിഷന്റെ പ്രാധാന്യം വരുന്നത്. കൃത്യമായ പഠനം, സ്ഥിരതയുള്ള പഠനം, കൃത്യമായ റിവിഷൻ. ഇതിന് നിങ്ങൾക്ക് എന്ത് വേണം? ഒരു കൈത്താങ് വേണമെങ്കിൽ ഒരു സപ്പോർട്ട് വേണം. ഒരു ഓറിയന്റേഷൻ വേണം. സംഭവ കാര്യങ്ങളൊക്കെ മനസ്സിലായി, പരീക്ഷ എന്താണ് എന്നുള്ളത് മനസ്സിലായി, കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളത് മനസ്സിലായി. ഇതൊക്കെ അറിഞ്ഞു നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ എന്ത് കാണുക?
ഒരു കൺഫ്യൂഷൻ, ഒരു പുകച്ചിൽ വരും. എങ്ങനെ ഞാൻ എന്തിലേക്ക് എത്തും? JRFിലേക്ക് എത്തും. ഇനി പ്രായപരിധി കഴിഞ്ഞവരാണ് എങ്കിൽ നെറ്റിലേക്ക് എത്തും. അപ് ടു കാസ്റ്റ് അതനുസരിച്ചിട്ടാണ് പ്രായപരിധിയില് വ്യത്യാസമുണ്ട്. 28 നിന്നൊക്കെ ഉയർത്തിയിട്ടുണ്ട്. 28 ആയിരിക്കണം എന്നുള്ള നിയമമുണ്ട്. പുതിയ നോട്ടിഫിക്കേഷൻ നോക്കണം ടീച്ചറെ. അഞ്ജല ടീച്ചർ അങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ചിട്ട്. ഓക്കെ, നമ്മൾ തുടങ്ങാനാണ് പലർക്കും ടീച്ചർ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങോട്ട് തുടങ്ങുക. കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കണം നമ്മൾ എന്ത് പരിപാടിക്കാണ് പോണേ എന്നുള്ളത്. എന്ത് നെറ്റിനാണ് പോണത്, ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് നമുക്ക്, ഇല്ലേ? അനാലിസിസ് എന്ന് പറയുന്ന ഒരു കടമയുണ്ട്. ആദ്യം ആലോചിക്കരുത് നമുക്ക് പറ്റണ കാര്യമാണോ എന്നുള്ളത്. ആർക്കും പറ്റാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ എത്രത്തോളം അതിന് എഫേർട്ട് ഇടുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മൾ എന്താണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക്, സക്സസിലേക്ക് എത്തുക എന്നുള്ളത്. അനാലിസിസ് ചെയ്യണം. എന്തൊക്കെ അനാലിസിസ് ചെയ്യണം? സിലബസ് അനാലിസിസ് ചെയ്യണം, നിർബന്ധമായിട്ടും ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യണം, നിർബന്ധമായിട്ടും ചെയ്യണം. കഴിഞ്ഞ റിസൾട്ട് അനാലിസിസ് ചെയ്യണം. വെറുതെ അങ്ങോട്ട് ഇന്ന് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഏത് കാസ്റ്റിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ്, എനിക്ക് എത്ര മാർക്ക് കിട്ടി എനിക്ക് JRFിലേക്ക് എത്താം, എത്ര മാർക്ക് ഞാൻ സ്കോർ ചെയ്താലാണ് എനിക്ക് നെറ്റിലേക്ക് എത്താനായിട്ട് പറ്റുക. കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യണം. ആ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. എന്നിട്ട് പ്ലാൻ ചെയ്യണം. എന്നിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. മക്കളെ 200+ ആണ് കേട്ടോ JRF കട്ട് ഓഫ് ജനറൽ കാറ്റഗറിക്ക്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവണം. ഇത്ര ദിവസം എന്റെ മുമ്പിലുണ്ട്, ഇത്ര ദിവസം കൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് വേണം? കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം. പ്ലാനിങ് കഴിഞ്ഞാൽ അത് എന്താണ്, നമ്മൾ അപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് എന്താണ് ഒരു റഫായിട്ട് ഒരു ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ പയറ്റി നോക്കണം. ഏത് രീതിയാണ് കൃത്യമായിട്ട് നോട്ട് എഴുതിയെടുത്ത് മുഴുവൻ നോട്ട് എഴുതിയെടുത്ത് പഠിക്കുന്ന രീതിയാണോ, ആദ്യം ക്ലാസ് കേട്ട് കാര്യം മനസ്സിലാക്കിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് എഴുതിയെടുക്കാണോ, ഓൾറെഡി എന്റെ ഉള്ള നോട്ടിനെ ഞാൻ എന്ത് ചെയ്യാണ് മാറ്റം വരുത്തുകയാണോ വേണ്ടത് എന്നതിന്റെ ഒരു ട്രൈ നമ്മൾ നടത്തണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൃത്യമായ പഠനത്തിലേക്കും റിവിഷനിലേക്കും പോകേണ്ടത്. പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. കീപ് ഡൂയിങ്. ചെയ്തത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നിപ്പോ 2 യൂണിറ്റ് പഠിച്ചു അല്ലെങ്കിൽ 1 യൂണിറ്റ് പഠിച്ചു, അതിനൊരു 10 ദിവസം കഴിഞ്ഞിട്ട് പഠിക്കാം. നടക്കുന്ന കാര്യമല്ല. കൃത്യമായിട്ട് പഠിക്കണം. അപ്പോഴാണ് നമ്മൾ എന്തിലേക്ക് എത്തുക? സക്സസിലേക്ക് എത്തുക. PG കഴിഞ്ഞവരാണ്, 23 വയസ്സിന്റെ മീതിയുള്ളവരാണ് എല്ലാവരും തന്നെ. കൃത്യമായിട്ട് മക്കളെ പഠിച്ചാൽ ഇന്നത് കിട്ടും എന്നുള്ളത് ഒരൊറ്റോട്ടം പറഞ്ഞാൽ മതി. ബോധമുള്ളവരാണ്. അപ്പോഴാണ് നമ്മുടെ അടുത്ത ചിന്ത വരിക. ടീച്ചർ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്ത് പഠിക്കണം? നമ്മുടെ സിലബസ് പഠിക്കണം. എത്ര യൂണിറ്റുകൾ ഉണ്ട് എന്നറിയോ നമ്മുടെ സിലബസിലെ? നമ്മുടെ സിലബസിനെ ഇതളുകളായിട്ടാണ് UGC തിരിച്ചിരിക്കുന്നത്. നെറ്റ് മലയാളം സിലബസിൽ 10 ഇതളുകളാണ് ഉള്ളത്. എത്ര ഇതളുകളുണ്ട്? നമുക്ക് 10 ഇതളുകളാണ് ഉള്ളത്. ഇതളൊന്ന് മലയാള സാഹിത്യം പ്രാരംഭമാണ്. അതായത് മലയാള ഭാഷ സാഹിത്യം ആരംഭിച്ചത് മുതലേ പരീക്ഷ നടക്കുന്നതിന്റെ 1 മാസം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചേ പറ്റും. അപ്പൊ മലയാള സാഹിത്യം പ്രാരംഭം നമ്മുടെ സിലബസിലെ കൃത്യമായിട്ട് ഈ ഒരു യൂണിറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിലാണ് ചോദ്യം വരുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ട് വരെയുള്ള മലയാള സാഹിത്യത്തിന്റെ ചരിത്രവും സ്വഭാവവും അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഉദ്ദേശം. ഇപ്പൊ 20-ാം നൂറ്റാണ്ട് വരെയുള്ള മലയാള സാഹിത്യം എന്ന് പറയുമ്പോൾ ഇവിടെ കവിതയ്ക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. മലയാള ഭാഷയുടെ ഉൽപ്പത്തി മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള കവിത ഞാൻ പറയുകയാണ് എങ്കിൽ UGC നെറ്റ് എക്സാം മലയാളം സിലബസിലെ ഏറ്റവും വലിയ യൂണിറ്റ് ആണ് ഇതളൊന്ന്. ഇതളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് നെടുവീർപ്പിടാം. അത്രയും ഭാഗങ്ങള് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് എവിടെ പഠിക്കാനുണ്ട്? ഇതളൊന്നില് നമുക്ക് പഠിക്കാനുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മലയാള സാഹിത്യം പ്രാരംഭം എന്ന് പറയുന്ന സമയത്ത് പാഠ്യപ്രസ്ഥാനുണ്ട്. പാഠ്യപ്രസ്ഥാനത്തിലെ കൃതികളുണ്ട്. രാമചരിതം, നമ്മുടെ ലൈവ് സെക്ഷൻ ഓൾറെഡി രാമചരിതത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പാഠ്യപ്രസ്ഥാനം, രാമചരിതം, തിരുനിഴൽമാല, രാമകഥാപാട്ട്, കണ്ണശ കൃതികള്, ഭാരതമാല, കണ്ണശ രാമായണം തുടങ്ങിയ കൃതികള്, രാമപ്പണിക്കരുടെ കൃതികള്, ഇത്രയും കാര്യങ്ങൾ വന്നാൽ 1% ആയി. സന്ദേശകാവ്യങ്ങൾ അടുത്ത സെക്ഷൻ. പ്രധാനപ്പെട്ട എല്ലാ സന്ദേശകാവ്യങ്ങള് ഉന്നതിയിലെ സന്ദേശം മുതൽ മയൂര സന്ദേശം വരെയുള്ളതും സംസ്കൃത സന്ദേശകാവ്യങ്ങളും നമുക്ക് നോക്കാനുണ്ട്. അടുത്തത് മണിപ്രവാളാണ്. വൈശിക തന്ത്രം മുതൽ ചന്ദ്രോത്സവം വരെയുള്ള സകല കൃതികളും അച്ചുചരിതങ്ങളും അവിടെ നോക്കാനുണ്ട്. മണിപ്രവാള ലഘുകാവ്യങ്ങളുണ്ട്. മധ്യകാല ചെമ്പുക്കളുണ്ട്. അപ്പോൾ എന്താണ് അതിപ്രാചീനം എന്നുള്ള ഏരിയ കഴിഞ്ഞു. കൃഷ്ണഗാഥ പഠിക്കാനുണ്ട്. എഴുത്തച്ഛന്റെ കിളിപ്പാട്ടുണ്ട്. പാനയുണ്ട്. വഞ്ചിപ്പാട്ടുണ്ട്. അടുത്ത സെറ്റ്, 3-ാമത്തെ സെറ്റ്, മൊഡ്യൂൾ 3 എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറ്.
പിന്നെന്താണ്? മലയാള ഭാഷയുടെ വികാസാണ്, ഉൽപ്പത്തി വികാസാണ്. ശാസന ഭാഷയിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നുണ്ട്. ഭാഷാകൗടല്യം, നമ്പ്യാ തമിഴ്, ബ്രഹ്മാണ്ഡ പുരാണം, അമ്പരീഷോപാഖ്യാനം, ആട്ടപ്രകാരങ്ങളും ക്രമദീപികകളും, മിഷണറി ഗദ്യം, മാപ്പിള മലയാളം, വർത്തമാന പുസ്തകം തുടങ്ങിയ കാര്യങ്ങളാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന അടുത്ത സെറ്റ്. പിന്നെയാണ് നമ്മുടെ സാഹിത്യ കളരികളുടെ രംഗപ്രവേശം. വെൺമണി പ്രസ്ഥാനം, പച്ച മലയാള പ്രസ്ഥാനം തുടങ്ങിയ കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. പിന്നെന്താണ്? ഖണ്ഡകാവ്യ പ്രസ്ഥാനം, മഹാകാവ്യ പ്രസ്ഥാനം, വിലാപ കാവ്യ പ്രസ്ഥാനം, ആശാനുള്ളൂർ വള്ളത്തോൾ വരെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇതളൊന്ന് ഏകദേശം സെറ്റായി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതൾ 2 എന്താണ്? നമ്മുടെ കവിത, ആധുനിക കവിത, ഉത്തരാധുനിക സമകാലിക കവിത, അതാണ് എന്ത്? ഇതൾ 2 എന്ന് പറയുന്നത്. മലയാള കവിതയുടെ 20-ാം നൂറ്റാണ്ടിൽ തുടങ്ങുന്ന ചരിത്രവും സ്വഭാവവും അടിസ്ഥാനമാക്കിയുള്ള കവിതകളാണ് ഇവിടെ ഇതൾ 2 എന്നുള്ള ഭാഗത്ത് വരുന്നത്. ഇതൾ 2, ഒരു മിനിറ്റ്. ഇതൾ 2 ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇതൾ 2 എന്നുള്ള ഭാഗത്ത് വരുന്നത് ഇത്രയും ഭാഗങ്ങളാണ്. ഓക്കെ, ഇനി ഇതൾ 3 കഥാസാഹിത്യം എന്നാണ് ഇതൾ 3-നെ എന്ത് കൊടുത്തിരിക്കുന്നത്? പേര് കൊടുത്തിരിക്കുന്നത് എങ്കിലും, ഇതൾ 3-ന് പേര് കൊടുത്തിരിക്കുന്നത് എങ്കിലും അവിടെ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്? മലയാള ചെറുകഥയും നോവലും നമുക്ക് വരുന്നുണ്ട്. മലയാള ചെറുകഥയും നോവലും നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇതൾ 4 ദൃശ്യകലയും സാഹിത്യവും. നമ്മൾ ഗാഥയും ഗാഥയും എഴുത്തച്ഛനെയും ചെറുശ്ശേരിയെയും പറഞ്ഞുവെങ്കിലും നമ്മൾ അവിടെ കുഞ്ചൻ നമ്പ്യാരെ പറഞ്ഞില്ല. കുഞ്ചൻ നമ്പ്യാരെയും തുള്ളൽ പ്രസ്ഥാനവും നമുക്ക് വരുന്നത് എവിടെയാണ്? ഇതൾ 4 ദൃശ്യകലാ സാഹിത്യത്തിലാണ്. തുള്ളല്, ആട്ടക്കഥ, നാടകം, സിനിമ തുടങ്ങിയ ഭാഗങ്ങളെല്ലാതും എവിടെ വരുന്നു? ഇതൾ 4-ലാണ് വരുന്നത്. ഇതൾ 5 നാടോടി വിജ്ഞാനിയാണ്, ഫോക്ലോർ. പലരും പല നാടൻ കലകൾ, അനുഷ്ഠാന കലകളൊക്കെ പഠിച്ചു പോകും, പക്ഷേ ഫോക്ലോറിന്റെ തിയറി പഠിക്കില്ല. നാടോടി വിജ്ഞാനീയം എന്നുള്ള സിദ്ധാന്തം, നിർവചനം, സമീപനം, വർഗീകരണം, പരിണാമം എന്നുള്ളത് പഠിക്കില്ല. കലകൾ മാത്രം പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഇതൾ 5-ല് നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? തിയറി അടക്കം പഠിക്കാനുണ്ട്. മലയാള നിരൂപണം ഞാൻ പറയുകയാണ് എങ്കിൽ ഇങ്ങോട്ടുള്ള 5 യൂണിറ്റിനെയും ഇവിടുന്ന് അങ്ങോട്ടുള്ള 4 യൂണിറ്റിനെയും നിയന്ത്രിക്കുന്നത് യൂണിറ്റ് 6ആണ്. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചോദ്യം വരാം. രാമചരിതം എന്താണ്? ഉത്തര കേരളീയരിലെ മണിയാണി നായന്മാർക്കിടയിൽ ഉണ്ടായ കൃതിയാണ് എന്ന് പറഞ്ഞത് ആര് എന്നുള്ളൊരു ചോദ്യം വന്നാൽ നമുക്ക് എങ്ങനെ വിലയിരുത്താം? അത് പ്രാചീന സാഹിത്യത്തിൽ നിന്നുള്ള ചോദ്യമാണെന്നും അത് നിരൂപണത്തിൽ നിന്നുള്ള ചോദ്യമാണെന്നും നമുക്ക് പറയാനായിട്ട് പറ്റും, ഇല്ലേ? മലയാള നിരൂപണത്തിന്റെ ഉൽപ്പത്തി, വികാസം, സ്വഭാവം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉദ്ദേശം. നിരൂപണത്തിന്റെ ആരംഭം മുതൽ സമകാലികം വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. ഇതൾ 6. ഇതൾ 7 മറ്റ് സാഹിത്യ വിഭാഗങ്ങൾ. ഇപ്പൊ കഥ കഴിഞ്ഞു, കവിത കഴിഞ്ഞു, നോവൽ കഴിഞ്ഞു. ഇത് മാത്രല്ലല്ലോ, എന്തൊക്കെയുണ്ട്? ജീവചരിത്രം ഉണ്ട്, ആത്മകഥയുണ്ട്, യാത്രാ വിവരണം ഉണ്ട്, ബാലസാഹിത്യം ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് ഇതൊക്കെ നോക്കിപ്പോകും. പക്ഷെ നമ്മൾ നോക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. വിവർത്തനം, താരതമ്യ സാഹിത്യം പലരും എന്ത് ചെയ്യില്ല? നോക്കി പോവുകയില്ല. ദളിത്, പരിസ്ഥിതി, സ്ത്രീ സാഹിത്യം, ഇതിന് 3-നും വരുന്ന മറ്റ് വിഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അതാണ് ഇതൾ 7 മറ്റ് സാഹിത്യ വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? കുറച്ചധികം ലിസ്റ്റ് അവരെ ഓൾറെഡി സിലബസിൽ തന്നിട്ടുണ്ട്. ഈ സാഹിത്യ വിഭാഗങ്ങളുടെ സ്വഭാവവും മലയാള സാഹിത്യത്തിൽ ഇവയുടെ സ്ഥാനവും അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൾ 8 ഭാഷാശാസ്ത്രവും വ്യാകരണവുമാണ്. ഭാഷാശാസ്ത്രം, വ്യാകരണം എന്നീ പഠന മേഖലകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൾ 8-ല് വരുന്നത്. ഭാഷാശാസ്ത്രം, വ്യാകരണം അത്യാവശ്യത്തിന് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഭാഷാശാസ്ത്രം നമുക്ക് കുറച്ചേ പഠിക്കാനുള്ളൂ. ഏറിപ്പോയാൽ എല്ലാതും കൂടിയിട്ട് നമുക്കൊരു 100-ലധികം ചോദ്യങ്ങൾ പഠിക്കാനുണ്ട്. സ്വതന്ത്ര പരിവർത്തനം ഉദാഹരണം, അല്പവറ്റേ ജോഡി, അല്പതമ ജോഡി, അങ്ങനെ നമുക്കൊരു 100 കാര്യങ്ങള്. കക്ഷ്യ വിഭജനം, ഗോത്ര വിഭജനം, ഭാഷ ഉൽപ്പത്തിവാദങ്ങള്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഒരു 100 ചോദ്യങ്ങളും. അത് പഠിച്ചു വെച്ചാൽ തന്നെ എന്താണ്? ഭാഷാശാസ്ത്രം കഴിഞ്ഞു. പക്ഷെ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഭാഷാശാസ്ത്രത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരിക. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ആവർത്തിച്ച് എന്ത് ചെയ്യണം? ടെസ്റ്റുകൾ എടുത്ത് പഠിക്കണം. വ്യാകരണം, വ്യാകരണത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചോദ്യം വരും? നിങ്ങളൊന്ന് പറഞ്ഞേ. വ്യാകരണത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്? ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് വ്യാകരണത്തിൽ നിന്ന് എന്തൊക്കെ വരാമെന്ന് തോന്നുന്നുവോ അതൊക്കെ പറഞ്ഞോളൂ. വ്യാകരണം പറയും മക്കളെ. വ്യാകരണത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് വരാം? എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം?
പറഞ്ഞേ എന്തൊക്കെ കാര്യങ്ങൾ വ്യാകരണത്തിന്റെ ഉള്ളിലെ സന്ധി വൃത്തം. അഞ്ജലി ടീച്ചർ സന്ധി പറയുന്നുണ്ട്, വൃത്തം പറയുന്നുണ്ട്. വൃത്തം ഇവിടെയല്ല ടീച്ചറെ വരുന്നത്, വൃത്തം വേറെ ഭാഗത്താണ് വരുന്നത്. സന്ധി, ഓക്കെ, സന്ധി, പിന്നെ സന്ധി പറയുന്നുണ്ട്, പിന്നെ 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 സന്ധി, സന്ധി മാത്രമാണോ വരിക? പിന്നെ മലയാള വ്യാകരണത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ വരാം? എന്തൊക്കെ കാര്യങ്ങൾ വരാം പറഞ്ഞേ മക്കളെ. വിനയച്ചം വരാം, വിനയച്ചം വരാം. ഓക്കെ, സ്റ്റെഫി ടീച്ചർ വിനയച്ചം എന്ന് പറയുന്നുണ്ട്. പിന്നെ വിനയച്ചം വരാം. പിന്നെ വാക്യം, മഹാവാക്യങ്ങൾ, പൂർണ്ണവാക്യങ്ങൾ, അല്പവാക്യങ്ങൾ, വാക്യങ്ങൾ വരാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്രകാരം എടുക്കണ്ടട്ടാ. മലയാള ഭാഷയുടെ അക്ഷരമാലയെ കുറിച്ചിട്ടുള്ള വിഭിന്ന അഭിപ്രായങ്ങളിൽ നിന്ന് തുടങ്ങാം. ശബ്ദവിഭാഗങ്ങൾ, ക്രിയകൾ, ഭേദകങ്ങൾ, ദ്യോതകങ്ങൾ, സന്ധി, സമാസം, ചിഹ്നങ്ങൾ, പുല്ലിംഗം, സ്ത്രീലിംഗം, വചനവ്യവസ്ഥ, വിഭക്തി, കാരകം, കൃത്ത്, തദ്ധിതം, പ്രകാരം, പ്രയോഗം, വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ, അക്ഷരമാല സംഖ്യയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ, വ്യാകരണവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ സമീപനങ്ങൾ, ഇതൊക്കെ പരീക്ഷയ്ക്ക് വരാം. ചെറുതൊന്നല്ല, അത്യാവശ്യത്തിന് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാറുണ്ട്. ഇത് 9. ഇവിടെയാണ് നേരത്തെ അഞ്ജലി ടീച്ചർ പറഞ്ഞ വൃത്തം, അലങ്കാരം എന്നിവ വരുന്നത്. അലങ്കാരം 2026 തുടക്കത്തിൽ നടന്ന നെറ്റ് എക്സാം, അതിലെ അലങ്കാരത്തിൽ നിന്ന് 9ലധികം ചോദ്യങ്ങൾ വന്നു. സാധാരണ അലങ്കാരത്തിൽ നിന്ന് 1-2 ചോദ്യങ്ങളെ വരാറുള്ളൂ, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ധാരാളം ക്വസ്റ്റ്യൻസ് വന്നു. അതുകൊണ്ട് നമ്മള് കഴിഞ്ഞ നെറ്റ് ബാച്ചിനെ അലങ്കാരവും വൃത്തവും ഡീറ്റെയിൽ ആയിട്ട് ലൈവ് ബാച്ചിനെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഡിസ്കഷനിലേക്ക് കടന്നത്. കാരണം വൃത്തം അലങ്കാരത്തിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. പാശ്ചാത്യ സാഹിത്യം, പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങള്, വൃത്തം, അലങ്കാരം തുടങ്ങിയ കാര്യങ്ങളാണ്. സാഹിത്യ സിദ്ധാന്തവും സൗന്ദര്യശാസ്ത്രവും, ഒപ്പം ദ്രാവിഡ സൗന്ദര്യശാസ്ത്രം, നമ്മുടെ തിണകൾ, ഉടിപ്പൊരുള്, കരിപ്പൊരുള്, മുതൽപ്പൊരുള് തുടങ്ങിയ കാര്യങ്ങള്, തിണകള്, തിണസങ്കല്പങ്ങള്, അതുമാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്. സാഹിത്യ സിദ്ധാന്തങ്ങളും സൗന്ദര്യശാസ്ത്രവും എന്ന ഇതൾ 9 പഠിക്കാനുള്ളത്. ഇതൾ 10 കേരള സംസ്കാരം. സംസ്കാരം എന്നുള്ളൊരു വാക്കുകൂടെ കിടക്കുന്നുണ്ട്. സംസ്കാരം, സംസ്കാരത്തിന്റെ വിവിധ നിർവചനങ്ങളുണ്ട്. കേരള സംസ്കാരം, കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നത്, കേരളം എന്നുള്ള പദത്തിന്റെ രൂപീകരണം മുതലേ എന്താണ് കേരളം ഇന്നത്തെ നിലയിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ ചരിത്രപരമായിട്ടുള്ള കേരള ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ. പക്ഷെ എക്സാം ഓറിയന്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കുക എന്താ? നവോത്ഥാന നായകന്മാരെ, അവരുടെ കൃതികള്, അതുപോലെ തന്നെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഘടനകള്, അവ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷത്തിന്റെ കാലഗണനാക്രമം, നവോത്ഥാന നായകന്മാരുടെ കൃതികള്, അവയുടെ കാലഗണനാക്രമം, പ്രധാനപ്പെട്ട സാംസ്കാരികപരമായിട്ടുള്ള സംഭവങ്ങള്, എന്താണ് മുന്നേറ്റങ്ങള്, കലാപങ്ങള് തുടങ്ങിയ കാര്യങ്ങളാണ് പൊതുവായിട്ട് ഇതൾ 10 നിന്ന് വരുന്നത്. ഇപ്പൊ എന്താണ് സിലബസ് എന്നുള്ളത് മനസ്സിലാക്കിയോ? സിലബസ് എന്നുള്ളത് മനസ്സിലാക്കിയോ? സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് അറിയോ? നമ്മുടെ അനാലിസിസ് എന്നുള്ള ഒരു ടോപ്പിക് നമ്മൾ അവിടെ കണ്ടില്ലേ? അനാലിസിസ്. നിങ്ങൾ അനലൈസ് ചെയ്യണം. എന്ത് അനലൈസ് ചെയ്യണം? ഒരു A4 ഷീറ്റ് എടുക്കണം. ആ A4 ഷീറ്റിനെ 2 തിരിക്കണം. ആദ്യത്തെ ഭാഗത്ത് നിങ്ങളുടെ വീക്ക്നെസ് എഴുതണം. ആദ്യം വീക്ക്നെസ് തന്നെ എഴുതണം. രണ്ടാമത്തെ ഭാഗത്ത് നിങ്ങളുടെ സ്ട്രെങ്ത് എഴുതണം. എന്താ ഈ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും? എടുത്തു വെക്കുക നമ്മുടെ സിലബസ്. ഡിഗ്രി PG കഴിഞ്ഞവരല്ലേ, അല്ലെങ്കിൽ PGക്ക് പഠിക്കുന്നവരല്ലേ, ഭാഷാശാസ്ത്രം നിങ്ങളുടെ വീക്ക് ഏരിയ ആണോ സ്ട്രെങ്ത് ഏരിയ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ നോക്കിയിട്ട് നിങ്ങളുടെ വീക്ക് ഏരിയ സ്ട്രെങ്ത് ഏരിയ എഴുതണം. പിന്നെ രണ്ടാമത്തെ കാര്യം, അങ്ങനെ മാത്രം നോക്കിയാൽ പോരാ. ചിലപ്പോ എന്താണ് ഭാഷാശാസ്ത്രം നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ആയിരിക്കും, പക്ഷെ നെറ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ എന്താണ് വീക്ക് ഏരിയ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ആ വിഷയത്തിലുള്ള അറിവ്, നെറ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള അറിവ്, അതിന്റെ ഭാഗമായിട്ടുള്ള നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നതനുസരിച്ചിട്ട് വേണം കൃത്യമായിട്ട് വീക്ക് ഏരിയ സ്ട്രെങ്ത് ഏരിയ നിങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട്. സിലബസ് നോക്കി കഴിഞ്ഞാൽ എന്താണ് അടുത്ത പരിപാടി? ഇതാണ് ഈ പരിപാടി ചെയ്യണമെങ്കിൽ നമ്മൾ മലയാളംകാർക്കൊക്കെ പൊതുവെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് ഡിഗ്രിക്ക് നോട്ട് ഉണ്ടാവും, PGക്ക് നോട്ട് ഉണ്ടാവും, നെറ്റ് പരീക്ഷ എഴുതാനായിട്ട് പഠിച്ചിട്ട് എഴുതി വെച്ചിട്ട പല പല നോട്ടുകൾ ഉണ്ടാവും. പല കാര്യങ്ങളും പലതിൽ ചിന്നിച്ചെതറിക്കെടുക്കുകയോ. ഇതിനെയൊക്കെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെയൊക്കെ കൃത്യമായിട്ട് നമ്മൾ ക്രോഡീകരിക്കണം. നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്തില്ല എന്നത് നമുക്ക് എങ്ങനെ അറിയണം? കൃത്യമായിട്ട് നമുക്കറിയണം, ഇല്ലേ? ഇത് കഴിഞ്ഞാലാണ്, ഈ വീക്ക് ഏരിയ സ്ട്രെങ്ത് ഏരിയ തിരിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾ എന്തിലേക്ക് കിടക്കേണ്ടത്?
പഠിക്കാനായിട്ട് തുടങ്ങേണ്ടത്. എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് അടുത്ത കാര്യം. കൺഫ്യൂഷൻ ഉണ്ടാകാം. മലയാള സാഹിത്യം ഉണ്ടായത് മുതൽ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. വീക്കേരി അനുസരിച്ച് നമുക്ക് തുടങ്ങാനായിട്ട് പറ്റും. നിങ്ങൾ ആദ്യം നിങ്ങളുടെ നോട്ട് ക്ലിയർ ആക്കുക. എന്ന് വെച്ചിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വരി കമ്പോട് ഒരു ആധുനിക മലയാള സാഹിത്യ ചരിത്രം അങ്ങോട്ട് എടുത്തിട്ട് എന്താണ് ഫുള്ളായിട്ട് കുടുകുരാന്ന് നിങ്ങളുടെ നോട്ടിൽ എഴുതി വെക്കണ്ട. എക്സാം ഓറിയന്റഡ് ആയിട്ട് എഴുതണം. എക്സാം ഓറിയന്റഡ് ആയിട്ട് എഴുതണമെങ്കിൽ മുൻകാല ചോദ്യ പേപ്പറുകൾ ഒന്ന് ടെസ്റ്റ് ചെയ്യുക, വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, നിങ്ങൾക്ക് ഏകദേശം ധാരണ വരും. അതിനുശേഷം നിങ്ങൾ നന്നായിട്ട് നോട്ട് എഴുതാനായിട്ട് തുടങ്ങുക. I+ന്റെ കോഴ്സ് എടുത്ത് വരുന്ന ഒരാളാണെന്ന് വെച്ചെങ്കിൽ വേറൊരു നോട്ട് നോക്കി പോകേണ്ടതായിട്ടുള്ള ആവശ്യം നിങ്ങൾക്ക് വരില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തന്നെ I+ന്റെ നോട്ടിലുണ്ട്. എഴുതിയെടുക്കുക എന്നുള്ള ഒരു കടമ്പ മാത്രമേ നിങ്ങൾക്ക് അവിടെ കടക്കാനുള്ളൂ. എങ്ങനെ പഠിക്കണം? സ്ഥിരതയായിട്ട് പഠിക്കണം. കണ്ടോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി നമ്മുടെ മലയാളംകാർക്ക് മാത്രമുള്ള പ്രത്യേകത. കണ്ടമാനം നോട്ട് ഉണ്ടാവും. നോട്ട് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു അനാലിസിസ് ചാർട്ട് വേണം. ഇന്ന പുസ്തകത്തിലെ ഇന്ന ഭാഗത്ത് തിരുനിഴൽമാലയെ കുറിച്ചിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ട് എന്റെ കയ്യിലുണ്ട്. അതിനുശേഷം അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന നോട്ട് എന്താണ്, ഈ നോട്ടിലാണ് ഉള്ളത്. അങ്ങനെ ഒരു വ്യക്തത വന്നാൽ മതി. എന്റെ കയ്യിൽ കൃത്യമായിട്ട് എന്റെ ഒരു പോക്കറ്റ് ഡയറി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത്. കാരണം എന്താണ്, അത്യാവശ്യത്തിന് നോട്ട് ഉള്ളതിന്റെ പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള ഒരു അനാലിസിസ് നിങ്ങൾ നടത്തണം. അതിനുശേഷം നിങ്ങൾ പഠിക്കണം. എപ്പോൾ തുടങ്ങണം? ഇന്ന് നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അനാലിസിസ് ചാർട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? നാളെ മുതൽ നിങ്ങൾ തുടങ്ങണം. നാളെ നീളെ എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കാനായിട്ട് പറ്റില്ല. കൃത്യമായിട്ടുള്ള പഠനമാണ്. വീക്കേരിയിൽ നിന്ന് തുടങ്ങണം. കൃത്യമായിട്ട് അനാലിസിസ് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ നെറ്റ് എക്സാം നമുക്ക് കടക്കാനായിട്ട് പറ്റുമോ പറ്റില്ലേ? ഐ ക്യാൻ എന്നാണോ ഐ കാണ്ട് എന്നാണോ? പറഞ്ഞേ. എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണം. വീക്കേരിയിൽ നിന്ന് പഠനം തുടങ്ങണം. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ല, ഒബ്ജക്റ്റീവ് എക്സാം ആണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കീവേഡ് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. എളുപ്പത്തിൽ ഓർമ്മ കിട്ടും. പഠിച്ചിട്ട് ഓർമ്മ നിൽക്കാത്ത കാര്യങ്ങൾ എവിടെയെങ്കിലും എഴുതി ഒട്ടിക്കുക. ഡെയിലി അത് വായിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ എന്ന് തീരുമാനിക്കുക. ഒരു 2 ദിവസം വായിച്ച മൂന്നാമത്തെ ദിവസം നിങ്ങൾ പോലെ അറിയാണ്ട് നിങ്ങളുടെ ബ്രെയിൻ അത് ഫുൾ ഓർഡറിൽ പറയും. ഓക്കെ, കൃത്യമായിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യുക, മുൻകാല ചോദ്യ പേപ്പറുകൾ അനാലൈസ് ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. അതാണ് പഠിക്കാനുള്ള വഴി. പറഞ്ഞേ, ഐ ക്യാൻ ആണോ കാൻഡ് ആണോ? JRF ഫോർ നെറ്റ് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിങ്ങൾക്ക് നേടാൻ കഴിയുമോ കഴിയില്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ മക്കളെ. ക്യാൻ എന്ന് തോന്നുന്നവർ ക്യാൻ എന്ന് പറയുക, കാണ്ട് എന്ന് തോന്നുന്നവർ അത് പറയുക. എന്താണ് നിലവിലെ അവസ്ഥ? ഈ ഒരു ഓറിയന്റേഷൻ അടക്കം കേട്ട് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്താണ്? പറഞ്ഞേ. സ്വപ്ന ടീച്ചറെ, സ്റ്റെഫി ടീച്ചറെ, ശ്രീഷ്മ ടീച്ചറെ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. എന്താണ് നിങ്ങളുടെ അവസ്ഥ? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ് പറയുന്നത്. ഐ ക്യാൻ ആണോ? നിങ്ങൾക്കൊരു വിശ്വാസം വേണം. എന്ത് തുടങ്ങുമ്പോഴും നമുക്ക് ഈ ഒരു വിശ്വാസം വേണം, അല്ലെ? ഒന്ന് ടൈപ്പ് ചെയ്തേ. മൊബൈലിലാണ് നിങ്ങൾ ഇത് ക്ലാസ് കേൾക്കുന്നത് എങ്കിൽ, നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാൻ അറിയാത്തവരാണ് എങ്കിൽ, നമ്മുടെ മൊബൈലിൽ ഒരു 3 ഡോട്ട് കാണും താഴെയായിട്ട്. ഗൂഗിൾ മീറ്റ് തുറന്നാൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതെടുക്കുക, അവിടെ ടൈപ്പ് ചെയ്യുക. ഐ ക്യാൻ എന്നാണോ ക്യാൻ എന്നാണോ? ബിജിന ടീച്ചർ, സ്റ്റെഫി ടീച്ചർ, എല്ലാവരും ഐ ക്യാൻ എന്ന് പറയുന്നുണ്ട്. ശ്രീഷ്മ ടീച്ചർ, എല്ലാവരും പറയുന്നുണ്ട്. നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് കഴിയാത്ത ബാലികേല കേറാമലയൊന്നുമല്ല നമ്മുടെ മുമ്പിലുള്ളത്. എന്താണ് കൃത്യമായിട്ട് നമുക്ക് എന്താണ് ഒരു എയിം ഉണ്ട് എങ്കിൽ നമുക്ക് എന്താണ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. ഒരുപാട് യൂട്യൂബ് ക്ലാസ്സുകൾ നമുക്ക് എന്താണ് നിലവിലെ അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ ഒപ്പം തന്നെ പറയാവുന്ന ഒരു കാര്യമാണ്, സബ്ജക്ട് പേപ്പർ മാത്രം പഠിച്ചാൽ പോരാട്ടാ, നമ്മുടെ ജനറൽ പേപ്പർ കൂടി പഠിക്കണം. മലയാളം ടീമിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്താണ്? നമ്മുടെ ഡാറ്റ ഇന്റർപ്രിട്ടേഷനും കണക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ വരുന്ന ജനറൽ പേപ്പർ ഒന്ന് കടന്നു കിട്ടുക എന്നുള്ളത് പലർക്കും ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. കാരണം കാലങ്ങളായിട്ട് നമ്മൾ മലയാളത്തിന്റെ മേഖലയിൽ മാത്രമാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ്. പക്ഷെ കൃത്യമായിട്ടൊരു പഠനത്തിന്റെ ട്രാക്കിലേക്ക്, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ട്രാക്കിലേക്ക് നമ്മൾ കയറിയാൽ ജനറൽ പേപ്പർ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇത് രണ്ടും ഈക്വൽ ആയിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണ് എങ്കിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ യു ക്യാൻ, നിങ്ങൾക്ക് പറ്റും, നമുക്ക് പറ്റും. നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല. കൃത്യമായിട്ടുള്ള പഠനം, ചിട്ടയായിട്ടുള്ള പഠനം, സ്ഥിരതയുള്ള പഠനം, റിവിഷൻ. പഠനം മാത്രമല്ല റിവിഷൻ, ഞാനത് എടുത്തെടുത്തു പറയും.
ഓക്കെ, ഇതിന് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ആവശ്യമാണ് എങ്കിൽ എന്താണ്, നമുക്ക് ബാക്ക് സപ്പോർട്ട് ആവശ്യമുള്ള പലരുണ്ട് എങ്കിൽ ടീം I+ന്റെ ലളിത മലയാളം ടീം നിങ്ങൾക്കൊപ്പമുണ്ട്. കൃത്യമായിട്ട് ആഴ്ചകളിലെ 6 ദിവസവും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളുമായിട്ട് ടീം I+ റെഡിയാണ്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ജനറൽ പേപ്പറിന്റെ ക്ലാസ്സും ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലെ എന്താണ് മലയാളം സബ്ജക്റ്റിന്റെ ക്ലാസ് ആയിട്ട് ടീം I+ റെഡിയാണ്. നിങ്ങൾക്ക് മോക്ക് ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സുകൾ എടുക്കാം. നിങ്ങൾക്ക് കോഴ്സ് മാത്രം മലയാളം മാത്രമായിട്ട് എടുക്കാം, ജനറൽ പേപ്പർ മാത്രമായിട്ട് എടുക്കാം, രണ്ടിന്റെയും കോംബോ എടുക്കാം. ഈ കോംബോയിൽ തന്നെ ഓൺലൈൻ എടുക്കാം, ലൈവ് എടുക്കാം. ഓക്കെ അല്ലേ? യെസ്. ഈ ഒരു സെക്ഷൻ ഒരു അരമണിക്കൂറിന്റെ സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത്. അടുത്ത പ്രാവശ്യത്തെ 2026 ഡിസംബറിൽ നടക്കുന്ന നെറ്റ് എക്സാം JRF കൂടി ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ലേണേഴ്സ്.